ശ്രീ മോഹൻ വർഗീസ്, സ്വാഗതം. ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാഷ്ട്രം യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു രാഷ്ട്രമായി അങ്ങ് മാറുകയാണ്. അവർ ഒരേ സമയം നമുക്കറിയാം ഗാസയോട്, ലെബനനോട്, ഇറാനോട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സിറിയയുടെ നേരെയും. ഇതിനിടയ്ക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഗാസയിലും ഏതാണ്ട് 32 പേർ കൊല്ലപ്പെട്ടു. ഗാസയെ മുഴുവൻ ഉന്മൂലനം ചെയ്തതിന് ശേഷമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു 100ഓളം ബന്ദികളെ മോചിതരാക്കാനുണ്ട്. അത് പ്രധാന ലക്ഷ്യമാണ്. പക്ഷെ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യം നടന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ പോലും അത് നീണ്ടുപോവുകയല്ലേ ചെയ്യുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രഖ്യാപിത ലക്ഷ്യങ്ങളെക്കാൾ കൂടുതൽ അപ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഏതാനും വർഷം എഹെഡ് ഓഫ് ടൈമാണ്. ഇസ്രായേൽ നൂറ്റാണ്ടുകൾ, ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളുടെ അപ്പുറത്തേക്ക് ചിന്തകൾ കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ടാണ് ഭാവി എന്താണ്, ഭാവിയിൽ തങ്ങൾക്ക് നേരെ വരാനുള്ള എന്തെല്ലാം ത്രെറ്റ്സ് ഉണ്ട്, അതിനെല്ലാം ഒഴിവാക്കാൻ പ്രീ എംപ്റ്റീവ് ആക്ഷൻ എന്നതാണ് ഇസ്രയേലി നിലനിൽപ്പിന്റെ തന്നെ അടിസ്ഥാനം. ഇപ്പോൾ തന്നെ നോക്കൂ, ഇസ്രയേൽ 4 ഭാഗം നിന്ന് സംഘർഷം അനുഭവിക്കുന്നു. ഇറാൻ വളർത്തി വലുതാക്കിയ മിലിഷ്യകൾ, യമനിലെ ഹൂതി ട്രൈബൽ വിഭാഗം, ദേ ആർ ടേണിംഗ് ദ ഗൺസ് അഗൈൻസ്റ്റ് ഇസ്രായേൽ. അതുപോലെ ഹമാസ് എന്ന ഗസയിലെ വിഭാഗം, തീവ്ര വിഭാഗം, റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളായ അവിടുത്തെ ഭരണകൂടം കൂടിയായ ഹമാസിന്റെ ഭാഗത്തു നിന്നാണല്ലോ ഇസ്രായേലിനെതിരെ ഒക്ടോബർ 7, 2023 ആക്രമണം ഉണ്ടായതും 1200ഓളം പേര് മരിച്ചതും. അതുപോലെ വടക്ക് ലെബനനിൽ നിന്നും ഹിസ്ബുള്ള, അതോടൊപ്പം തന്നെ സിറിയയിലും ഇറാഖിലുമുള്ള ഷിയ മിലിഷ്യകൾ, ഇവരെല്ലാം ചേർന്ന് ഒരു ഗ്രാൻഡ് കോയലീഷൻ എഗൻസ്റ്റ് ഇസ്രായേൽ. അതൊക്കെ ഇസ്രായേൽ പുഷ്പം പോലെ മറികടക്കുന്നു. കാരണം അതിശക്തമായ അറബി രാജ്യങ്ങളുമായി ഈജിപ്റ്റ്, അല്ലെ, അതുപോലെ ജോർദാൻ, ലെബനൻ, സൗദി അറേബ്യ, ഇറാഖ്, സിറിയ, ഈ രാജ്യങ്ങളോട് മുട്ടം വിട്ടിയാണ് ഇസ്രായേലിന്റെ ജനനം തന്നെ. റൈറ്റ് ഫ്രം 1948 ഇസ്രായേൽ ഹാഡ് ടു കൺഫ്രണ്ട് വെരി പവർഫുൾ അറബ് ആർമീസ്. അപ്പോൾ ഈ മിലിഷ്യകൾ എന്നൊക്കെ പറയുന്നത് ഈ വല്ലഭന് പുല്ലും ആയുധം എന്ന രീതിയിൽ ഇസ്രായേൽ ചിരിച്ചു തള്ളുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നേരിടാനുള്ള ഇപ്പോഴത്തെ സിവിലൈസേഷണൽ എനിമി ഈസ് നോട്ട് എനി കൺട്രി ഇൻ ദ അറബ് വേൾഡ്. അറബി ലോകത്തല്ല ഇസ്രായേലിന്റെ ശത്രുക്കൾ. മുൻപ് അറബി ലോകത്തായിരുന്നു ഇസ്രായേലിന്റെ ശത്രുക്കൾ. അയൽഭാഗത്തുള്ള ഇമ്മീഡിയറ്റ് അറബി രാജ്യങ്ങൾ, സൗദി അറേബ്യ ആകട്ടെ, UAE ആകട്ടെ, ഒമാൻ ആകട്ടെ, അതുപോലെയുള്ള ഇറാഖ്, ഇതെല്ലാം തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇസ്രായേലുമായി ഭാഗികമായെങ്കിലും സന്ധി ചെയ്തു. ആദ്യം സന്ധി ചെയ്തത് മഹാരാജ്യമായ ഈജിപ്റ്റാണ്. 1978 ക്യാമ്പ് ഡേവിഡ് ഉടമ്പടിയിലൂടെ സന്ധി ചെയ്ത് യുദ്ധമില്ലാ കരാറെത്തി. അതിനുവേണ്ട വിട്ടുവീഴ്ചയും ചെയ്തു. അതിനുശേഷം എ നമ്പർ ഓഫ് കൺട്രീസ് ഇൻ ദ നെയിം ഓഫ് എബ്രഹാം, ആദ്യ പിതാവിന്റെ പേരിൽ, ഡൊണാൾഡ് ട്രംപ് 2016 മുതൽ 20 വരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രേരണയാൽ ഇസ്രായേലും അയൽ രാജ്യങ്ങളായ UAEയും ബഹ്റിനും പോലെയുള്ള രാജ്യങ്ങൾ സന്ധി ചെയ്തു ഇസ്രായേലുമായി. സൗദി അറേബ്യ ഉൾപ്പെടെ സന്ധി ചെയ്യുന്ന ഘട്ടത്തിലാണ് ആക്രമണം ഉണ്ടാകുന്നതും ആ ഒരു നയം അട്ടിമറിക്കപ്പെടുന്നതും. അതുകൊണ്ട് ആരോടും, ഏത് ശത്രുവിനോടും എപ്പോൾ വേണമെങ്കിലും സന്ധി ചെയ്തോ, ഇനി സന്ധി ചെയ്യാൻ വിസമ്മതിക്കുന്നവരെ കയറി ആക്രമിക്കുന്ന നിലയിലേക്കോ മുൻകൂട്ടി ആക്രമണം പ്രിയംറ്റീവ് ആക്ഷനിലൂടെ നള്ളിഫൈ ചെയ്യുന്നതിലും ഒക്കെ ഇസ്രായേൽ മറ്റ് രാജ്യങ്ങളെക്കാൾ ബഹുഘാതം മുന്നിലാണ്. അതുകൊണ്ടാണ് ഇറാനുമായുള്ള സംഘർഷത്തിൽ, ഇറാൻ എത്രയോ വലിയ രാജ്യമാണ്, ഇസ്രായേലിന്റെ 100 ഇരട്ടി ഭൂമി, 10-20 ഇരട്ടിയോളം ജനസംഖ്യ ഇത്രയുള്ള രാജ്യം ഇസ്രായേലിനെ പരാജയപ്പെടുത്താനാവാതെ വരുന്നത് സൈനിക ശേഷിയുടെ കുറവ് കൊണ്ടല്ല, തന്ത്രപരമായ മികവിന്റെ കുറവാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം there is always a plan A, B and C. For Iran, always one plan, ആന്റി-അമേരിക്കനിസം, ആന്റി-ഇസ്രായേലിസം. ഇവിടെ തന്ത്രങ്ങളുടെ ഒരു അഭാവം, തന്ത്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ് ആധുനിക യുദ്ധങ്ങൾ. തന്ത്രപരമായ മികവാണ്, അത് ലോജിസ്റ്റിക്സ്, അതുപോലെ തന്നെ രഹസ്യാന്വേഷണ സംവിധാനം, മോസ്തത് നൽകുന്ന സോളിഡിറ്റി, മറ്റെല്ലാ രാജ്യങ്ങളെക്കുറിച്ചും ജനതകളെക്കുറിച്ചും അവരുടെ ചിന്തകളെക്കുറിച്ചുമുള്ള മുൻ അറിവുകൾ
ഇസ്രയേലിന് വളരെ വലിയ സ്റ്റഡി മെറ്റീരിയലായി, ഫിക്സ്ഡ് ഡെപ്പോസിറ്റായി എപ്പോഴും ഉണ്ട്. ആ ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ പുറത്താണ് എല്ലാ കാര്യങ്ങളും ഇസ്രയേൽ കെട്ടിപ്പൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. പരാജയപ്പെടുത്താനാവില്ല മക്കളെ, ചന്തുവിനെ പരാജയപ്പെടുത്താനാവില്ല മക്കളെ എന്ന സിനിമ ഡയലോഗ് ഇസ്രയേലിന്റെ കാര്യത്തിൽ കറക്റ്റാണ്. ചതിയൻ ചന്തുവാണ് ഇസ്രയേൽ പലരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ചന്തുവിനെ നേരിട്ടുള്ള യുദ്ധത്തിൽ പരാജയപ്പെടുത്താനാവില്ല മക്കളെ എന്ന് ബെഞ്ചമിൻ നെതന്യാഹു പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. ത്രൂ ഹിസ് ആക്ഷൻസ്, നോട്ട് ത്രൂ ഹിസ് റെട്ടറിക്, ബട്ട് ത്രൂ ഹിസ് ആക്ഷൻസ്. അതാണ് സത്യം. ഈ ഇറാന്റെ ഭരണാധികാരി ആ യുദ്ധത്തിന്റെ ആ കൊടുമ്പുരി കൊണ്ട സമയത്ത് പറയുകയുണ്ടായി, അവിടുത്തെ വെള്ളിയാഴ്ചകളിലുള്ള പ്രഭാഷണം ഉണ്ടല്ലോ, ഒരു ലോങ് ടൈം ആരാധനയ്ക്ക് ശേഷമുള്ള ആ പ്രഭാഷണത്തിൽ പറഞ്ഞത് ഇസ്ലാമിക രാഷ്ട്രമെല്ലാം ഒന്നിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് നമുക്കറിയാം, പലരും അത് കൈക്കൊണ്ടില്ല. അത് കൈക്കൊണ്ടാൽ വേറെ ചില വിപത്തുകൾ അവിടെ സംഭവിക്കുമെന്നറിയാം. അയത്തുള്ള അലി ഖൊമേനിക്ക് ആഗ്രഹങ്ങൾ പറയുന്നതിന് ഒരു കുഴപ്പമില്ലോ. സ്വപ്നം കാണുമ്പോൾ അത് കളറായി കാണണം. അങ്ങനെയല്ലേ വേണ്ടത്. അയത്തുള്ള ഖൊമേനിക്ക് ഏറെ പ്രായമായിരിക്കുന്നു. ഇറാന്റെ പരമാധ്യക്ഷനാണ്. പൊളിറ്റിക്കൽ, ടെമ്പറൽ, റിലിജിയസ് ആൻഡ് ഓൾ പവേഴ്സ് കൺവേർജൻ ടു വൺ ഹാൻഡ് കോൾഡ് ദാറ്റ് ഓഫ് അയത്തുള്ള അലി ഖൊമേനി. ആദ്യത്തെ ഒറിജിനൽ ഖൊമേനി ഏതാനും വർഷമുണ്ടായിരുന്നു. 1990 മുതൽ അയത്തുള്ള അലി ഖൊമേനിയാണ്. അലി ഖൊമേനിയുടെ പ്രസ്താവനകൾക്ക് അനുരൂപമായ മറുപടികൾ കൊടുക്കാൻ പലപ്പോഴും ഇറാന് സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ചു വരണമെങ്കിൽ ഷിയ സുന്നി ഡിവൈഡ് അവിടെ അവസാനിക്കണം. ഇപ്പോഴും ഇറാന്റെ ഏറ്റവും വലിയ ശത്രു ഇസ്രയേലാണോ സൗദി അറേബ്യ എന്ന സുന്നി രാജ്യമാണോ എന്നതാണ് ചോദ്യം. ഇറാനാണ് ഷിയ രാജ്യങ്ങളുടെ എല്ലാം തലപ്പത്ത് നിൽക്കുന്നത്. ഇപ്പൊ ഷിയ അനുകൂല ഒരു ബെൽറ്റ് ഉണ്ടാക്കാനുള്ള ഇറാന്റെ ഒരു ചിന്ത. അങ്ങനെയാണ് മഹാഭൂരിപക്ഷം ഷിയാക്കളുള്ള ഇറാഖ് ഒരു ഇറാനിയൻ വലയത്തിലാണ്. ഒരു ഷിയ വിഭാഗമായ അലവികളുടെ നേതാവായ ബാഷർ അൽ അസദ്, അതിനു മുമ്പ് ഹഫീസ് അൽ അസദ് മകനായ ബാഷർ അൽ അസദ്, ഇറാൻ ഇൻവെസ്റ്റഡ് ഹെവിലി ഇൻ ടു ബാഷർ അൽ അസദ്. അപ്പൊ അസദിനെ മുൻനിർത്തി ഷിയ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടാണ് ഇറാൻ പോയിരുന്നത്. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. സിറിയ മോചിപ്പിച്ചിരിക്കുന്നു. മോചിപ്പിച്ചതാരാണ്? സുന്നി സൈന്യങ്ങളാണ് മോചിപ്പിച്ചിരിക്കുന്നത്. അതും ഒരു റാഡിക്കൽ കൊയിലീഷൻ ഓഫ് ഡിഫറെന്റ് ഫോഴ്സസ്. ഇസ്ലാം പലപ്പോഴും ക്രോസ് പർപ്പസിലാണ് വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഇസ്രായേലിനെ പരാജയപ്പെടുത്താനാവാതെ വന്നതും പലപ്പോഴും ഇസ്ലാമിക രാജ്യങ്ങൾ തമ്മിലുള്ള കോർഡിനേഷന്റെ അഭാവമാണ്. ഇപ്പോൾ ഇതാ ഷിയ സുന്നി എന്ന രീതിയിലേക്ക് ആ പ്രദേശം, മധ്യപൗരസ്ത്യ പ്രദേശത്തിന്റെ ചിന്ത മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് അത്ര എളുപ്പമല്ല ആ സ്വപ്നം, അലത്തുള്ള അലി ഖൊമേനിയുടെ സ്വപ്നം പൂർത്തീകരിക്കുന്നത് എളുപ്പമല്ല. പക്ഷേ ഒരു ശബ്ദമുണ്ടാക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ പലപ്പോഴും ഖൊമേനിയുടെ വാക്കുകൾക്ക് കാതോർക്കും. പക്ഷേ ഇറ്റ്സ് നോട്ട് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ എല്ലാ അറബ് രാജ്യങ്ങളും എല്ലാ മുസ്ലിം രാജ്യങ്ങളും ഒരുമിച്ച് വരാത്തത്. അതുകൊണ്ടാവണം. ഈ നമ്മളെല്ലാവരും കരുതിയിരുന്നത് ട്രംപ് അധികാരത്തിൽ വരാൻ പോകുന്നതേ ഉള്ളൂ. വന്നു കഴിയുമ്പോൾ എന്തായാലും ഈ യുദ്ധത്തിന്റെ ഗതിയിലൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടുന്നുണ്ടോ? യുദ്ധം ഒന്നുകിൽ പൂർണ്ണവിരാമം എന്നുള്ള രീതി. ഈ താടിയുള്ള അപ്പനെ പേടിയുള്ളൂ എന്നാണ് അതെ കണക്ക്. ട്രംപിന് താടിയില്ല, പക്ഷെ താടിയുള്ള അപ്പനേക്കാൾ ഗൗരവക്കാരനാണ് ട്രംപ്. നിരപ്പതേ മുടിപ്പവൻ. അദ്ദേഹം അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമല്ല. അമേരിക്കൻ പാരഫെർനേലിയ ട്രംപിന്റെ മേൽ ബാധകമല്ല. ട്രംപാണ്. സ്വയം വെട്ടിക്കീറി വന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഉള്ളിലേക്ക് ഇരച്ചു കയറി റിപ്പബ്ലിക്കൻ ഘടനകളെ സ്വന്തമാക്കി മാറ്റി ജയിച്ചു വന്ന ജനകീയ പ്രതിച്ഛായയുള്ള നേതാവാണ് ട്രംപ്. അപ്പൊ ട്രംപിന് ഒരു ശരാശരി അമേരിക്കൻ പ്രസിഡന്റിന്റെ മേലുള്ള നിയന്ത്രണങ്ങൾ പലപ്പോഴും ബാധകമല്ല. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത്, മര്യാദക്ക് ബന്ദികളെ വിട്ട് കൊടുത്തില്ല എങ്കിൽ ഗാസയിൽ ഞങ്ങൾ ഇതാ എത്തുന്നു. ഇറ്റ്സ് നോട്ട് ഇസ്രായേൽ, അമേരിക്ക ഇസ് റീച്ചിങ് ഗാസ, സുട്ടിടുവേൻ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ വെറും വമ്പ് പറച്ചിലാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ പറയുമ്പോഴും ഈ കഴിഞ്ഞ ദിവസവും അവിടെ ഗാസയില് മരണമുണ്ടായി അല്ലേ? അമേരിക്കയല്ല ഇടപെട്ടത്, ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ ഇടപെടലാണ്. ഇത് പറയുന്നത് ട്രംപ് പറയുന്നത് ഞങ്ങൾ ഇടപെടും, അമേരിക്ക നേരിട്ട് ഇടപെടുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് താൻ അധികാരം ഏറ്റെടുക്കുന്ന ജനുവരി 20th, 2024 അതിന് മുമ്പ് 25 ജനുവരി 20 മുമ്പ്
എല്ലാം വെടിപ്പായിരിക്കണം. സിറിയ ആകട്ടെ, പിന്നെ മറ്റു പ്രദേശങ്ങളാകട്ടെ, എല്ലാം ക്ലീൻ ആയിരിക്കണം. ഹി വാണ്ട്സ് ടു സ്റ്റാർട്ട് ഓൺ എ ക്ലീൻ സ്ലേറ്റ്. അതാണ് ട്രംപ് പറയുന്നത്. ഈ പറയുന്നത് പ്രവർത്തിക്കുമോ എന്നത് മറ്റൊരു കാര്യം. പക്ഷെ ചരിത്രപരമായി പറയുന്നത് പ്രവർത്തിച്ച് കാണിച്ചൊരു പാരമ്പര്യമാണ് ട്രംപിനുള്ളത്. അഫ്ഗാനിസ്ഥാനിലെ സേനകളെ പിൻവലിക്കുമെന്ന് പറഞ്ഞ് പിൻവലിച്ചു. ഇറാഖിൽ നിന്ന് പിൻവലിക്കുമെന്ന് പറഞ്ഞ് പിൻവലിച്ചു. മറ്റ് രാജ്യങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ട്രംപിന് വലിയ താല്പര്യമില്ല. കാരണം അമേരിക്ക, ഫോർ അമേരിക്കൻസ്, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. നിങ്ങളുടെ ചക്രത്തി പോരാട്ടത്തിന് പൈസ മുടക്കാൻ അമേരിക്കക്കാരുടെ കയ്യിലില്ല, ഞാനത് അനുവദിക്കില്ല. ആ ഒരു പ്ലെയിൻ ടോക്കാണ്. ഹീസ് എ ബിസിനസ് മാൻ ആഫ്റ്റർ ഓൾ. അതുകൊണ്ട് ഹി മീൻസ് ബിസിനസ്. പക്ഷെ അതൊക്കെ മേലെ കാര്യങ്ങൾ പോകുമ്പോഴാണ് ട്രംപിന് ചാട്ടവാർ എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ട്രംപിസം അതിന്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കാൻ പോവുകയാണ് എന്നൊരു ചിന്തയുണ്ട്. നൗ ഓർ നെവർ. ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്താൻ കിട്ടുന്ന ട്രംപിന്റെ അവസാന അവസരമാണ് ഇനിയുള്ള 4 വർഷക്കാലം. അത് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ട്രംപ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.